അനാവശ്യമായ ഓവുചാലുകൾ. നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് വീണ്ടും ബാർകോഴ ആരോപണം. മദ്യനയത്തിലെ ഇളവിന് 2 ലക്ഷം നൽകണമെന്ന ബാർ ഉടമകളോട് സംഘടനാ വൈസ് പ്രസിഡന്റ്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. വിവാദമായതോടെ ശബ്ദരേഖ തള്ളി പ്രസിഡന്റ്. അന്ന് ബാർ തുറന്നു തന്നപ്പോഴാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ചർച്ചയും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഞങ്ങളോട് ഒരിക്കലും ഈ ഗവൺമെൻറ് ഒരു ആവശ്യത്തിനും അത്തരത്തിലൊരു ആവശ്യത്തിനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. വ്യാജാരോപണമെന്ന് CPM. ഗൂഢാലോചന അന്വേഷിക്കാൻ പോലീസിന് പരാതി നൽകി മന്ത്രി MB രാജേഷ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി മാറും. ഗവർണർക്കെതിരെ വീണ്ടും മുഖ്യമന്ത്രിയുടെ വിമർശന ശരം. ഗവർണർ സമാന്തര സർക്കാരായി പ്രവർത്തിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ തങ്ങളുടെ സ്വന്തം നിലക്ക് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് കരുതുന്നത്. അവരുടെ പ്രവൃത്തികൾ അതാണ് വ്യക്തമാക്കുന്നത്. ഭരണഘടന നൽകിയ അധികാര പരിധി മറന്നാണ് പ്രവർത്തനമെന്നും പിണറായി വിജയൻ. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതകത്തിൽ 1-ാം പ്രതിയുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി. നിനോ മാത്യു പരോളില്ലാതെ 25 വർഷം തടവിൽ കഴിയണമെന്ന് ഹൈക്കോടതി. അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം ശരിവെച്ചു. കാസർഗോഡ് 10 വയസ്സുകാരിയെ പീഡിപ്പിച്ചയാൾ പിടിയിൽ. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ നടപടിക്ക് ഏലൂർ നഗരസഭ. മാനദണ്ഡങ്ങൾ ലംഘിച്ച കമ്പനികളുടെ പട്ടിക ആവശ്യപ്പെട്ട് നഗരസഭ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നോട്ടീസ് നൽകി. നഷ്ടപരിഹാരത്തിനുള്ള ഫിഷറീസ് റിപ്പോർട്ട് ഉടൻ കൈമാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6-ാം ഘട്ടം നാളെ. വോട്ടെടുപ്പ് 58 മണ്ഡലങ്ങളിൽ. മേനകാ ഗാന്ധിയും കനയ്യകുമാറും മെഹബൂബ മുഫ്തിയും ഉൾപ്പെടെ പ്രമുഖർ മത്സരരംഗത്ത്. ഗാസയിലെ റഫേൽ ഇസ്രായേൽ സൈനിക നടപടി അടിയന്തരമായി നിർത്തണമെന്ന് രാജ്യാന്തര കോടതി. സഹായമെത്തിക്കാൻ റഫ അതിർത്തി തുറക്കാനും ഉത്തരവ്. IPL-ൽ ഹൈദരാബാദിനെ പിടിച്ചുകെട്ടാൻ രാജസ്ഥാൻ. ഹൈദരാബാദിന് 6 വിക്കറ്റ് നഷ്ടം. ട്രാവിസ് ഹെഡ് 34 റൺസ് എടുത്ത് പുറത്ത്. ട്രെന്റ് ബോൾട്ടിന് 3 വിക്കറ്റ്. സംസ്ഥാനത്ത് വീണ്ടും ചർച്ചയായി ബാർകോഴ ആരോപണം. മദ്യനയത്തിലെ ഇളവിന് പണം നൽകണമെന്ന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖയാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. ഓരോ ബാർ ഉടമയും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നും സംസ്ഥാന പ്രസിഡന്റ് V സുനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പിരിവ് എന്നുമാണ് ശബ്ദരേഖയിൽ പറയുന്നത്. ഡ്രൈഡേ ഒഴിവാക്കാനും മറ്റിളവുകൾക്കും കൊടുക്കേണ്ടത് കൊടുക്കണമെന്നും അനിമോൻ ഈ ശബ്ദരേഖയിൽ പറയുന്നു. പ്രിയപ്പെട്ട FKH ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ FKH ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ. ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് എർണൈസൻസ് ഹോട്ടലിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ FKHയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ്. അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂപ്പ് ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം
എല്ലാവരും അറിയിക്കുകയാണ്. പിന്നെ പലരും കൊടുക്കാം, ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും, അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയണതെല്ലാം വെറുതെ ഫേക്കായിട്ടുള്ള വാർത്തയാണ്. ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല. വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആകപ്പാടെ അവരൊരു 4 ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡൻ്റ് ഇവിടെ വെച്ച് പറഞ്ഞു. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കണത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. നിങ്ങളുടെ ആരുടെ ഒരു 10 പൈസയും പോകണമെന്നല്ല, അതെല്ലാം കൃത്യമായിട്ട് കണക്ക് സഹിതം അതിൻ്റെ ബോധിപ്പിക്കപ്പെടുന്നതുമാണ്. പിന്നെ വിശ്വാസമില്ലാത്തവരാരും അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ട് പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെയുള്ളവരുടെ കൂടെ കൂടി ആ രീതിയിൽ പോവുക. ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകുന്നത്. ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ. പിന്നെ ഇത് പണ്ടത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളെല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം, നല്ലതായിരിക്കും. വിഷയം ഏറ്റെടുത്ത പ്രതിപക്ഷം എക്സൈസ് മന്ത്രി എം ബി രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ടു. 25 കോടിയുടെ അഴിമതിയാണ് നടന്നതെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരനും ഉത്തരവാദിത്തപ്പെട്ടവർ ആവശ്യപ്പെടാതെ പണപ്പിരിവ് നടക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. കേരളത്തിൽ നടക്കുന്നത് ഡൽഹി മോഡൽ ബാർക്കോഴയാണെന്നും എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആരോപണം ഉന്നയിച്ചു. അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി തരാം തെരഞ്ഞെടുപ്പിന് ശേഷം, പെരുമാറ്റച്ചട്ടത്തിന് ശേഷം എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ വ്യാപകമായി സംസ്ഥാനത്ത് ബാർ ഉടമകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. ഇത് നഗ്നമായ അഴിമതിയാണ്. ഇതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല. ഇപ്പൊ നോട്ട് എണ്ണുന്ന യന്ത്രം എവിടെയാണ് വച്ചിരിക്കുന്നത്? എക്സൈസ് മന്ത്രിയുടെ അടുത്താണോ, മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ, അല്ലെ AKG സെന്ററിലാണോ എന്ന് മാത്രം വ്യക്തമാക്കിയാൽ മതി. ശബ്ദരേഖയിലെ ആരോപണത്തെ ഗൗരവത്തോടെ കാണുന്നുവെന്ന് പ്രതികരിച്ച എക്സൈസ് മന്ത്രി എം ബി രാജേഷ് അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് കത്ത് നൽകി. പ്രതിപക്ഷം ഉയർത്തിയ രാജി ആവശ്യവും മന്ത്രി തള്ളി. മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ച പോലും ആയിട്ടില്ല എന്നും ഇക്കാര്യത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത് വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയത്തിന്റെ ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൌരവത്തോടെയാണ് കാണുന്നത്. അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായിട്ട് എടുക്കും. ഒരു തരത്തിലും അത് വെച്ചുപൊറുപ്പിക്കില്ല. മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക. അതിന്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേയുള്ളൂ. ആ ചർച്ചയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഒരു മാസമായി മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ. ആ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും പണപ്പിരിവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി അക്കാര്യത്തിലെടുക്കും. കോഴയ്ക്ക് വേണ്ടി പിരിവെന്ന ആരോപണം ബാർ സംഘടനാ പ്രസിഡന്റ് V സുനിൽകുമാറും തള്ളി. അനിമോന്റെ ശബ്ദ സന്ദേശം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അനിമോനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നുവെന്നും V സുനിൽകുമാർ പറഞ്ഞു. ചെയ്യണമായിരുന്നെങ്കിൽ അന്ന് ബാർ തുറന്നു വന്നപ്പോഴാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ചർച്ചയും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഞങ്ങളോട് ഒരിക്കലും ഈ ഗവൺമെൻറ് ഒരു ആവശ്യത്തിനും അത്തരത്തിലൊരു ആവശ്യത്തിനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. ഇടുക്കിയിൽ അനിമോനടക്കമുള്ള ചില ആളുകളും കൊല്ലത്തുള്ള ചില ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് വേറൊരു സംഘടന രൂപീകരിക്കുന്ന തരത്തിലേക്കുള്ളൊരു പ്രവൃത്തി ആരംഭിച്ചിട്ട് ഒരു 2 മാസത്തോളമായി. അപ്പോൾ ഞങ്ങളത് ഇന്നലത്തെ കമ്മിറ്റിയിൽ അനിമോനിരിക്കെ തന്നെ വളരെ ശക്തിയായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ സംഘടനയ്ക്ക് നിരക്കാത്ത രീതിയിൽ വേറൊരു അസോസിയേഷൻ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം തന്നെ അനിമോൻ അവിടെ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് പോയി. രണ്ടാം ബാർക്കോഴ ആരോപണം വ്യാജ പ്രചാരണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രചാരണം വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. സംസ്ഥാനത്തെ എക്സൈസ് നയത്തിൽ മാറ്റം വരുത്തിയിട്ടുമില്ല. മദ്യനയത്തിൽ ഇടതുമുന്നണിയോ CPMO ചർച്ചകൾ നടത്തിയിട്ടില്ല. UDFന്റെ കാലത്ത് ആ കാലത്തിന്റെ ആവർത്തനമാണ്. LDF കാലത്തും എന്ന തെറ്റിദ്ധാരണ മൂലമാണ് ഇങ്ങനെ പെരുമാറുന്നത്.
ബാർ ലൈസൻസ് ഫീസ് ഇടതുമുന്നണി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പണപ്പിരിവ് എന്നത് വ്യാജ ആരോപണമാണ്. എക്സൈസ് മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല എന്നും സർക്കാരിന്റെയും ജനങ്ങളുടെയും താല്പര്യമാണ് മുന്നണി സംരക്ഷിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. അല്ല, ബാർക്കോഴ ആരോപണമല്ല പ്രശ്നം, അത് വസ്തുതയുമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ്. ഞാനതല്ലേ പറഞ്ഞത്. ബാറിന്റെ പ്രശ്നം സംബന്ധിച്ച് സീരിയസ് ആയി പരിശോധിച്ച് നോക്കിയാൽ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേയില്ല. അങ്ങനെ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചർച്ച ചെയ്തിട്ടില്ല, ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുമില്ല. അങ്ങനെ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യം ഇപ്പോഴും ഈ ഇലക്ഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് കാര്യമായ വർക്കൊന്നുമില്ലാതുകൊണ്ട് വാർത്തയാക്കിയിട്ട് പ്രചരിപ്പിക്കുന്നതിൽ ആരാ അതിന്റെ പിന്നിൽ പോകേണ്ട കാര്യം? അപ്പോൾ തെറ്റായ നിലപാടാണ്. അത് ഇതൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഒരു രാജ്യവും ഇവിടെ വെക്കേണ്ട കാര്യമില്ല. മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേയില്ല. ചെയ്യാതെ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതിനടിസ്ഥാനമില്ല, അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. അതുകൊണ്ട് മന്ത്രി രാജിവെക്കേണ്ട കാര്യമൊന്നും ഇതിന്റെ അകത്ത് വരുന്നില്ല. അതിപ്പോൾ ആരോട് വണ്ടി പിരിച്ചതെന്നല്ല, വണ്ടി പിരിവ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ പിരിച്ചിട്ടേ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ആരോടോ ബാറുകാരോട് പണം പിരിച്ചിട്ടുണ്ടോ, വണ്ടി പിരിച്ചിട്ടുണ്ടോ എന്നാ ചോദ്യം. നാട്ടിലുള്ള എല്ലാവരോടും വണ്ടി പിരിച്ചിട്ടുണ്ടാവും, പാവപ്പെട്ട ആളുകളോടും ഇടത്തരക്കാരോടും ഒക്കെ പിരിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അത് നാളുകളായി കേരളത്തിൽ കാണുന്നതാണ്. ഇന്ന് ഗവർണർക്കെതിരെ ഒരു വിമർശനത്തിന്റെ മുന എറിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർ സമാന്തര സർക്കാരായി പ്രവർത്തിക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. പ്രത്യേക അധികാരമുള്ളവരാണ് എന്ന് കരുതുന്ന ഗവർണർമാരുണ്ട്. ഗവർണർമാർക്ക് എന്ത് അധികാരമുണ്ടെന്ന് ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ചില ഗവർണർമാർ അത് മറക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ അവരുടെ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് കരുതുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഭരണഘടനാ പദവിയിൽ ഇരുന്നുകൊണ്ട് ഗവർണർമാർ സംസ്ഥാന ഭരണത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നതും സമാന്തര സർക്കാരാണ് തങ്ങളെന്ന് ഭാവിക്കുന്നതും സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിടാതെ വെച്ച് ലെജിസ്ലേച്ചറിനെ വെല്ലുവിളിക്കുന്നതും മറ്റും നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരം വിഷയങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഭരണഘടനയ്ക്ക് ഒരു വിശദീകരണമാവാൻ പോകുന്ന ഉള്ളടക്കമാണ് ഇതിലുള്ളത്. എന്നാൽ ഇന്നത്തെ പല ഗവർണർമാരും, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ തങ്ങളുടെ സ്വന്തം നിലക്ക് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് കരുതുന്നത്. അവരുടെ പ്രവൃത്തികൾ അതാണ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് മഴ അത് ഇനിയുള്ള ദിവസങ്ങളിലും ശക്തമായി തന്നെ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം. 7 ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ ഈ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ ജില്ലകൾക്കും യെല്ലോ അലേർട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ ശക്തി പ്രാപിച്ച് തീവ്ര ചുഴലിക്കാറ്റായി മാറുമെന്നാണ് മുന്നറിയിപ്പ്. കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്ന് ഹൈക്കോടതി. കളക്ടർ മാത്രം വിചാരിച്ചാൽ വെള്ളക്കെട്ട് മാറില്ല എന്നും ഹൈക്കോടതി പറഞ്ഞു. ഹോട്ട്സ്പോട്ടുകൾ ശുചീകരിച്ചുവെന്ന് വിദഗ്ധ സമിതി ഉറപ്പുവരുത്തണം. ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള സമിതിക്കാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വെള്ളക്കെട്ട് തടയാനുള്ള നടപടികളിൽ വിദഗ്ധ സമിതിക്ക് ഇതിനിടെ അഭിനന്ദനം നൽകുകയും ചെയ്തു. മാലിന്യ നീക്കത്തിന് ജനങ്ങളും സഹകരിക്കണമെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. മഴയത്ത് ഒഴുകിയെത്തുന്നത് മുഴുവൻ മലിനജലമാണ് എന്ന് കോടതി പറഞ്ഞു. ഓടകളിൽ മുഴുവൻ തടസ്സങ്ങളുണ്ടാകുന്നു. ഇതിന് കാരണം എന്തെന്ന് കണ്ടെത്താൻ കോർപ്പറേഷന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ആലപ്പുഴയിൽ വെള്ളക്കെട്ടുകളിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി മന്ത്രി പി പ്രസാദ്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണമുണ്ടാകുന്ന വെള്ളക്കെട്ടുകളാണ് അപകടമുണ്ടാക്കുന്നത്. ഇതിന് പരിഹാരമായി താൽക്കാലികമായി കൾവേർട്ടറുകൾ സ്ഥാപിച്ച് വെള്ളം നീക്കാനാണ് നിർദ്ദേശം. മഴ കനത്ത സാഹചര്യത്തിൽ തോട്ടപ്പള്ളി പൊഴി മുറിക്കാനും തീരുമാനമായിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് അത് പിൻവലിച്ചു. ഐന്തരുവി, പഴയ കുറ്റാലം, പുളയരുവി, ചിറ്റരുവി എന്നിവിടങ്ങളിലെ നിരോധനമാണ് പിൻവലിച്ചത്. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ കുറ്റാലത്തെ പ്രധാന വെള്ളച്ചാട്ടത്തിൽ നാളെ മുതൽ മാത്രമേ പ്രവേശനമുണ്ടാകൂ. നിരോധനം പിൻവലിച്ച സാഹചര്യത്തിൽ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങി. വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന
കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളിൽ പലയിടത്തും നെല്ല് സംഭരണം വലിയ പ്രതിസന്ധിയിലാണ്. കരക്കെത്തിച്ച് ആഴ്ചകളോളം കഴിഞ്ഞതോടെ നെല്ല് കിളിർത്തും തുടങ്ങി. മില്ലുടമകളുമായുള്ള തർക്കമാണ് പലയിടത്തും പ്രതിസന്ധിയാകുന്നത്. അയമനം കൂടുവത്ര പാടശേഖരത്തിൽ നിന്ന് ജി ശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോട്ടയം അയ്മനത്താണ് ഞാനുള്ളത്. ഇവിടെ കർഷകരുടെ പ്രതിസന്ധികൾ അവസാനിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വലിയ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഒരുപക്ഷെ ഇവിടെ കർഷകയായ ചേച്ചിയുണ്ട്. നമുക്ക് ഈ ദൃശ്യത്തിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അതായത് ദിവസങ്ങളായുള്ള നെല്ല് ഇതാ കിളിർത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. ഇതൊരു ചെറിയ ഭാഗമാണ്. ഇതിനപ്പുറത്തും നെല്ല് കിടപ്പുണ്ട്. അതായത് ഇത് ഇങ്ങനെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന നെല്ല് കൂടി ഒന്ന് കാണിച്ചാൽ അവിടെയും കുറച്ച് നെല്ല് കിടപ്പുണ്ട്. ഇതിനപ്പുറത്ത് നേരത്തെ പാടത്തിന്റെ വരമ്പത്തെല്ലാം സമാനമായ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്ക് ഈ ചേച്ചി എന്നോടൊപ്പം നിൽക്കുന്നുണ്ട്. ചേച്ചി, ഇത് എത്ര ദിവസമായതാ? രണ്ടാഴ്ചയായി. ഇതെന്താ ഇങ്ങനെ കിളിക്കുന്ന? എന്ത് പറ്റിയത്? അത് പിന്നെ മഴ പെയ്ത് പിന്നെ ഇറച്ചില് മഴയുടെ ഒക്കെ ആ ഈർപ്പൊക്കെ ഉള്ളതുകൊണ്ട് നിരത്തിയിടാൻ പറ്റിയില്ല. അപ്പൊ അക്കരയുണ്ട്, വേറെ സ്ഥലങ്ങളുണ്ട്, അവിടെ പണിക്കാരുമായിട്ട് പോകേണ്ടത് കൊണ്ട് വന്നപ്പം അങ്ങനെയൊക്കെ ഒന്ന്. ഇതിപ്പോ എടുക്കാതെ കിടന്നാണോ ഇതിപ്പോ? എടുക്കാൻ കിടന്നിട്ടാ. അപ്പുറത്തുള്ളതോ? അപ്പുറത്ത് അത് ഞങ്ങളുടെ മാത്രമേ എടുക്കാറുള്ളൂ. ലോഡിങ്ങാരെങ്ങാണ്ടും വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലെന്നോ. അവരാണ്ട് അവിടെ വെള്ളം കയറിയിട്ട് ഇപ്പം അവർ സഹോദരന്മാരെല്ലാം എടുത്ത് പൊക്കത്തിലൊരു ചാക്കിനകത്ത് കയറി വെച്ച് മണ്ട കെട്ടി വെച്ചിരിക്കുക. ഇവിടെയൊക്കെ വെള്ളം കയറിയ സ്ഥലമാണ്. വന്നാ കയറും. ഇനിയിപ്പം പ്രളയത്തിന്റെ സമയമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റണ്ടേ ഇനി? പിന്നെ അതൊക്കെ അതിനാ എല്ലാരും ആകപ്പാടെ ഒരു ഏക്കറിലെ കണ്ടത്തിന്റെ നെല്ല. അങ്ങനെ അവിടെ വരുന്ന വഴിയിലെല്ലാം നെല്ല് കിടപ്പുണ്ട്. ഉണ്ട്. അതാ എല്ലാരും കഴിഞ്ഞ ദിവസം വരുമെന്ന് പറഞ്ഞ എല്ലാവരും നിരത്തിയിട്ട് നോക്കി നിൽക്കുമായിരുന്നു. ഇതാണ് ഓരോ ദിവസത്തെ പരിചരണവും ഇല്ലെങ്കിൽ അത് ആകെ പ്രതിസന്ധിയിലാകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കേവലം ഒരു പാടത്തെ മാത്രം അവസ്ഥയല്ല, ഇത് സമാനമാണ് തൊട്ടടുത്തുള്ള പാടങ്ങളിലും എല്ലായിടത്തും എന്നുള്ളതാണ് എടുത്ത് പറയാൻ കഴിയുന്നത്. അതായത് നെല്ല് കെട്ടിക്കിടക്കുന്നു. അത് ഈ മഴയത്ത് അത് കൃത്യമായ പരിചരണത്തിന് പോലും കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കോട്ടയം അയ്മനത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ഇന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന പല ഹോട്ടലുകളിൽ നടന്നു. അതിൽ 512 ഷവർമ വ്യാപാര സ്ഥാപനങ്ങളിൽ നടന്ന പരിശോധനയിൽ 52 സ്ഥാപനങ്ങളിലെ ഷവർമ വ്യാപാരം നിർത്തിവെപ്പിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ടായിരുന്നു ഈ ഷവർമ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത്. 47 സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ 512 വ്യാപാര കേന്ദ്രങ്ങളാണ് പരിശോധന പൂർത്തിയാക്കിയതെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തനം നടത്തിയ 52 സ്ഥാപനങ്ങളിലെ ഷവർമ വ്യാപാരമാണ് നിർത്തിവെപ്പിച്ചത്. 108 സ്ഥാപനങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് നോട്ടീസും 56 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും നൽകിയിട്ടുണ്ട്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരാതിയുമായി ഏലൂർ നഗരസഭ. രാസമാലിന്യം ഒഴുക്കിയ കമ്പനികൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ പോലീസിൽ പരാതി നൽകി. രാസമാലിന്യം ഒഴുക്കിയ കമ്പനികളുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിനും നഗരസഭ ഇന്ന് നോട്ടീസ് നൽകിയിരുന്നു. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതകത്തിൽ 1-ാം പ്രതി നിനോ മാത്യുവിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി ഇളവ് ചെയ്തു. വിചാരണ കോടതി വിധിച്ച ശിക്ഷ ഹൈക്കോടതിയാണ് ഇളവ് ചെയ്തത്. പരോളില്ലാതെ 25 വർഷം കഠിന തടവ് അനുഭവിക്കണമെന്ന് പക്ഷേ കോടതി വ്യക്തമാക്കി. എന്നാൽ 2-ാം പ്രതിയും നിനോയുടെ കാമുകിയുമായ അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം കോടതി ശരിവെച്ചു. ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് വിധി. 2014 ഏപ്രിൽ 16 ഈ നാടിനെ നടുക്കിയ സംഭവം. അനുശാന്തിയുടെ 4 വയസ്സുള്ള മകൾ, ഭർത്തൃമാതാവ് എന്നിവരെ വീട്ടിൽ കയറി നിനോ മാത്യു തലക്കടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി പിടിയിലായി. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാതിരുന്ന ഇയാൾ മറ്റൊരാളുടെ ഫോണിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ചതോടെയാണ് പ്രതിയെ പിടികൂടാനുള്ള വഴി തെളിഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. 8 സംസ്ഥാനങ്ങളിലെ 58 സീറ്റുകളിലാണ് വോട്ടെടുപ്പ്. ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും നാളെ വിധിയെഴുത്തുണ്ടാകും.
889 സ്ഥാനാർത്ഥികളാണ് ആകെ ജനവിധി തേടുന്നത്. UP-യിലെ 14 സീറ്റുകളിലും ബീഹാർ, ബംഗാൾ സംസ്ഥാനങ്ങളിലെ 8 വീതം ലോക്സഭാ സീറ്റുകളിലും രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിക്കും. മനേകാ ഗാന്ധി, മെഹബൂബ മുഫ്തി, മനോഹർലാൽ ഖട്ടർ, കനയ്യകുമാർ, സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി എന്നിവരാണ് 6ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. ഒഡീഷയിലെ 42 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും നാളെ പോളിംഗ് ഉണ്ട്. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്ന് ഹെലികോപ്റ്റർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. സാങ്കേതിക തകരാറുണ്ടായതോടെ ഹെലികോപ്റ്റർ അടിയന്തരമായി തിരിച്ചിറക്കുകയായിരുന്നു. കേദാർനാഥ് ഡാമിലെ ഹെലിപാഡിൽ നിന്ന് 100 മീറ്റർ മാറിയാണ് ഈ ചോപ്പർ ലാൻഡ് ചെയ്തത്. നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന് തോന്നിയെങ്കിലും വലിയ അപകടം ഒഴിവായി. പൈലറ്റിന് പുറമെ 6 തീർത്ഥാടകരാണ് ഹെലികോപ്റ്ററിലുണ്ടായിരുന്നത്. ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയായി ഭാരതം മാറാൻ നരേന്ദ്രമോദിയുടെ തുടർഭരണം അനിവാര്യമാണെന്ന് BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. ഡൽഹിയിൽ BDJS പ്രദേശ് കേരള സെൽ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും തുഷാർ പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് അരയാക്കണ്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 6630, പവന് 53,040. 18 ക്യാരറ്റ് ഗ്രാമിന് 5520, പവന് 44,160. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോയ്ക്ക് 96,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.